ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൾ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം FR ആണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്ന് എനിക്കറിയാം, എന്നാൽ അതിനൊന്ന് ഹെൽപ്പ് ചെയ്യാനും കൂടിയാണ് വന്നത്. എന്തായാലും പരീക്ഷയ്ക്ക് കാണുന്നൊരു ചോദ്യമാണ് സ്കെയിൽ, തോത് എന്താണ്. അപ്പോൾ തോതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണിത്. ഡിഫറൻഷിയേറ്റ് ലാർജ് സ്കെയിൽ മാപ്പ് ആൻഡ് സ്മോൾ സ്കെയിൽ മാപ്പ്. റൈറ്റ് ഡു എക്സാമ്പിൾസ് ഫോർ ഈച്ച്. രണ്ടിനും ഉദാഹരണം എഴുതാൻ പറയുന്നുണ്ട്. ചെറിയ തോത് ഭൂപടങ്ങളും വലിയ തോത് ഭൂപടങ്ങളും വിശദീകരിക്കാം, ഉദാഹരണ സഹിതം വിശദീകരിക്കാം. അപ്പോൾ ആദ്യം ഞാൻ എന്താണ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയാൻ പോവാണ്. സ്മോൾ സ്കെയിൽ മാപ്പ് അഥവാ ചെറിയ തോത് ഭൂപടം എന്ന് നമ്മൾ പറയും. എന്താ പേര് പറയുക? ചെറിയ തോത്. ഈ ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ സംഭവം എത്രയേ ഉള്ളൂ, ഒരു ലാർജർ ഏരിയയുടെ ചെറിയ ചെറിയ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മാത്രമുള്ള ഭൂപടമാണ് ചെറിയ തോത് ഭൂപടം, സ്മോൾ സ്കെയിൽ മാപ്പ്. വലിയ പ്രദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മാത്രം, പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഭൂപടം മാപ്പാണ് ചെറിയ തോത് ഭൂപടം. മാപ്പ് ഷോയിങ് ഓൺലി ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. ചെറിയ തോത് എന്ന് പറയുമ്പോൾ വലിയ ഏരിയ, കുറച്ച് ഇൻഫർമേഷൻസ്, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ. എക്സാമ്പിൾ നമ്മൾ വൈകാതെ നോക്കും. വേൾഡ് മാപ്പൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ഇനി നോക്കടാ, ശ്രദ്ധിക്കടാ, ഇവിടെ എന്താണ് വലിയ തോത് ഭൂപടം എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പോവാണ്. സ്മോൾ സ്കെയിൽ കഴിഞ്ഞു, ഇനി എന്താണ് വലിയ തോത് ഭൂപടം? ലാർജ് സ്കെയിൽ മാപ്പ് എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയ, ഇവിടെ കാണിച്ച പോലെ ഒരു ചെറിയ ഏരിയയുടെ മാപ്പാണിത്. പക്ഷെ അതിനകത്ത് ഇൻഫർമേഷൻസ് കൂടുതലായിരിക്കും, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അതായത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും, വിശദമായ വിവരങ്ങൾ ഉണ്ടായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഭൂപടങ്ങളാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ അഥവാ ലാർജ് സ്കെയിൽ മാപ്പ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു മാപ്പാണ് ടോപ്പോഗ്രഫിക് മാപ്പ്. ധരാതലീയ ഭൂപടം എന്ന് പറയും. അതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഒരു വാർഡ്, വില്ലേജിൻ്റെ ഒക്കെ മാപ്പ്, അതിലെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റാം. അതായത് സ്കെയിലിൻ്റെ ബേസിൽ നമുക്ക് മാപ്പിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ? സ്മോൾ സ്കെയിൽ മാപ്പും ലാർജ് സ്കെയിൽ മാപ്പും. പറഞ്ഞു എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ അറ്റ്ലസ്, നമ്മുടെ അറ്റ്ലസിൽ കാണുന്ന വേൾഡ് മാപ്പ്, അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ല. രാജ്യം ഉണ്ടാവും, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. ഓരോ കൺട്രിയും അതിൻ്റെ തലസ്ഥാനവും മാത്രമല്ലേ ഉണ്ടാവത്തുള്ളൂ. യെസ്, ശരിയാണ്. അപ്പോൾ അറ്റ്ലസ് വാൾ മാപ്പ്, നമ്മുടെ ചുമരിലൊക്കെ വരയ്ക്കുന്ന മാപ്പുകൾ, സ്കൂളിലെ ചുമരിലൊക്കെ ഉണ്ടാകത്തില്ലേ, അങ്ങനെയല്ലേ ഒട്ടിച്ചു വെക്കുന്ന ഭൂപടങ്ങളൊക്കെ. ഈ മാപ്പുകൾ നമ്മൾ എന്താ പറയുക, ക്ലാസ് റൂമിലൊക്കെ കൊണ്ടുവരുന്ന മാപ്പുകൾ, ഇതെല്ലാം തന്നെ എങ്ങനെയുള്ള മാപ്പുകളാണ്? സ്മോൾ സ്കെയിൽ മാപ്പാണ്. കാരണം വലിയ ഏരിയയാണ്, കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം. നേരെ മറിച്ച് കഡസ്ട്രൽ ഭൂപടം, കഡസ്ട്രൽ മാപ്പ് എന്ന് വെച്ചാൽ ചെറിയ ഏരിയയുടെ, ചെറിയ ലൊക്കാലിറ്റിയുടെ മാപ്പാണത്. അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതൊരു ലാർജ് സ്കെയിൽ മാപ്പാണ്. ഈ ലാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ആലോചിക്കാം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, എന്നാൽ ആലോചിക്കാം. കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? ലാർജ് സ്കെയിലാണ് കേട്ടോ. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ധരാതലീയ ഭൂപടം. ഇതും എന്താണ്? ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് ഉള്ള മാപ്പുകളാണ്. അതാണ് ലാർജ് സ്കെയിൽ മാപ്പ്. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണം? മറക്കാതെ ഇതൊന്ന് പഠിച്ചു വെക്കണം. അതിന് കൂടെ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങൾ ഇന്ന് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട്, നിങ്ങളുടെ കൂട്ടുകാരെല്ലാവരെയും കൂട്ടിയിട്ട് വൈകിട്ട് 6 PM ഇങ്ങോട്ട് എത്തണം. ഹിന്ദിയുടെ മിസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ സോഷ്യൽ സയൻസിൻ്റെ 2 എണ്ണം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരാണ് AS ആൻഡ് FR. നമ്മുടെ ആതിര മിസ് ഹിന്ദിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പൊളപ്പനായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് അടിക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ട് വേണം വരാൻ. നിങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ ഫുൾ മാർക്ക് നേടിത്തന്നിരിക്കും. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും പറയാം, ഇവിടെ ഏഗണിൽ ആരുണ്ട്? FR ഉം AS ഉം ആതിര മിസ്സും വെയിറ്റിംഗ് ആണ് കട്ടക്ക്. താങ്ക് യു, ബൈ മക്കളെ.